ലഹരി കേസിലെ തൊണ്ടി മുതൽ വഞ്ചിയൂർ കോടതിയിൽ നിന്നും കാണാതായി. കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെടുത്ത കേസിലെ LSDയും ഹാഷിഷുമാണ് കാണാതായിരിക്കുന്നത്. കോടതിയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ തൊണ്ടി ഹാജരാക്കിയില്ലെന്ന ക്ലർക്കിന്റെ വിശദീകരണം. സീനിയർ CPO ബിജുകുമാറിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. VS അനുരാഗ് ഉണ്ട് വിശദാംശങ്ങളുമായി. അനുരാഗ്, എന്താണ് സംഭവിച്ചിരിക്കുന്നത്? എന്താണ് പുറത്തുവരുന്ന വിവരങ്ങൾ? 2018 കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ലഹരി കേസാണ്. ഇതിൽ എറണാകുളം കടവന്ത്ര സ്വദേശി മുഹമ്മദ് മിറാജുദ്ദീനാണ് പ്രതി. ഇയാളിൽ നിന്ന് 500 മില്ലിഗ്രാം LSDയും 115 മില്ലിഗ്രാം ഹാഷിഷും പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസിൽ പരിശോധനയ്ക്ക് ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ ആദ്യഘട്ടത്തിൽ അയച്ചു. അത് പിന്നീട് വഞ്ചൂർ കോടതിയിലാണ്, തൊണ്ടി റൂമിലാണ് ഇത് സൂക്ഷിക്കുക. ഇതിനുശേഷം ഈ പ്രതി തൻ്റെ കേസ് വേഗത്തിലാക്കണമെന്ന് അപേക്ഷ കോടതിയിൽ നൽകി. ഈ അപേക്ഷയുടെ ഭാഗമായി ഇത് തുടർ പരിശോധനയ്ക്കായി എത്തിയപ്പോഴാണ് തൊണ്ടി റൂമിൽ ഈ തൊണ്ടി മുതലുകൾ കാണാനില്ല എന്ന കാര്യം കണ്ടെത്തിയത്. ഇതിന്റെ ഭാഗമായി പരിശോധന നടത്തിയപ്പോഴാണ് ഈ തൊണ്ടി ക്ലർക്ക് പറയുന്നത് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ തൊണ്ടി മുതലുകൾ കോടതിയിൽ പരിശോധനയ്ക്ക് ശേഷം എത്തിച്ചില്ല എന്നുള്ള കാര്യം. പക്ഷേ പരിശോധനയിൽ 11/7/2018 ലബോറട്ടറി ഡയറക്ടർ ഇത് പരിശോധനയ്ക്ക് ശേഷം പോലീസ് ഉദ്യോഗസ്ഥന്റെ പക്കൽ നൽകിയതാണ്. പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥൻ കോടതിയിൽ എത്തിച്ചില്ല എന്നുള്ള മറുപടിയാണ് കോടതിയിലെ ഈ അധികൃതർ പറയുന്ന കാര്യം. എന്തായാലും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണ്. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ബിജുകുമാറിനെതിരെയാണ് ഇപ്പോൾ വഞ്ചൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. എന്തായാലും ഇതിൽ ബാഹ്യ ഇടപെടൽ ഉണ്ടായി എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രതിക്ക് അനുകൂലമായി ഇപ്പോൾ തുടർ അന്വേഷണം നടക്കാത്ത രീതിയിലാണ് ഈ തൊണ്ടി മുതലുകൾ കാണാതായിരിക്കുന്നത്. ആരുടെ ഇടപെടലാണ്, ആരാണ് ഇവിടെ സഹായിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. പോലീസ് പറയുന്നത് നിലവിലെ അന്വേഷണത്തിൽ ബിജുകുമാറിനെതിരെ, ഈ സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ ബിജുകുമാറിനെതിരെ കേസെടുത്തിട്ടുണ്ട്. പക്ഷേ അയാളാണ് പ്രതി എന്ന കാര്യത്തിൽ ഇപ്പോഴും ഉറപ്പില്ല. കാരണം ഇതിൽ കൃത്യമായ അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ തൊണ്ടി റൂമിന്റെ കസ്റ്റോഡിയന്മാരുണ്ട്, അതിനൊപ്പം തൊണ്ടി ക്ലർക്കുണ്ട്. ആരെങ്കിലും ഇത്തരത്തിൽ പണം നൽകി ഈ പ്രതിക്ക് അനുകൂലമായി ഈ തൊണ്ടികൾ മാറ്റാൻ വേണ്ടി പണം നൽകിയിട്ടുണ്ടോ, ആരാണ് ഇതിൽ ഇടപെട്ടത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണത്തിൽ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ കേസെടുത്തിരിക്കുന്നത്. എന്തായാലും നിലവിലുള്ള പ്രാഥമിക മൊഴിയെടുക്കലിൽ ക്ലർക്ക് നൽകിയിരിക്കുന്ന മൊഴി ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നീട് ലബോറട്ടറിയിൽ നിന്ന് തൊണ്ടി മുതലുകൾ തിരികെ എത്തിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നൽകിയിരിക്കുന്ന മൊഴി. എന്തായാലും വിശദമായ അന്വേഷണത്തിൽ ഈ കസ്റ്റോഡിയന്മാരും ക്ലർക്കും എല്ലാം ഉൾപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. വിശദമായ അന്വേഷണത്തിൽ ആരാണ് പ്രതിയെ സഹായിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാകും. എന്തായാലും ഈ തൊണ്ടി മുതലുകൾ അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് എന്നുള്ള ഉറപ്പിൽ തന്നെയാണ് ഈ പ്രതി തന്റെ കേസ് വേഗത്തിൽ പരിഗണിക്കണമെന്ന അപേക്ഷ കോടതിയിൽ നൽകിയത്. അതിന്റെ ഭാഗമായുള്ള പരിശോധനയിലാണ് തൊണ്ടി മുതലുകൾ കാണാതായി എന്നുള്ള കാര്യം വ്യക്തമായത്. എന്തായാലും വഞ്ചൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അതിൽ അന്വേഷണം എന്തായാലും വിശദമായി നടക്കും. ആരാണ് പ്രതിയെ സഹായിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഗൗരവതരമായി തന്നെ കണ്ടെത്തേണ്ടതുണ്ട്. അത് പുറത്തു വരികയും ചെയ്യും. ശരി, തിരുവനന്തപുരത്തു നിന്നും VS അനുരാഗാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.